ഹായ് ഓൾ, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8051 ആർക്കിടെക്ചറാണ്. അപ്പോൾ മൊഡ്യൂൾ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, അതായത് മൈക്രോ പ്രോസസ്സിൻ്റെ മൊഡ്യൂൾ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 8051 ആർക്കിടെക്ചർ. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനെ കുറിച്ച് ഫുള്ളൊരു ഓവർവ്യൂ കിട്ടും ഈ ഒരു ആർക്കിടെക്ചർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇതിനകത്തൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി 8051 ആർക്കിടെക്ചറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി 8051 ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, ഇതിന് 8-bit സി പി യു ആണ് വിത്ത് രജിസ്റ്റേഴ്സ് എ ആൻഡ് ബി. ദെൻ ഇതിൻ്റെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് മീൻസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്ലാഗ് രജിസ്റ്റർ 8-bit ആണ്. ദെൻ ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന 8-bit ആണ്. ദെൻ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാക്ക് പോയിൻറ്റർ 8-bit ആണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത് 4K ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അതായത് ഏറ്റവും പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആദ്യത്തെ ഒരു മൈക്രോ കൺട്രോളറാണ് 8051. അപ്പോൾ അതിനകത്ത് എല്ലാം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ റാമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 128 ബൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. പിന്നെ ഇതിനകത്ത് 2 ടൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, 3 പോർട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പോർട്ട് P0 to P3 ആണ്. ദെൻ 2 ടൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, T0 ആൻഡ് T1. ദെൻ കുറച്ച് കൺട്രോൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ CON, T മോഡ് SCON, PCON, IP ആൻഡ് IE മീൻസ് ഇൻട്രപ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഫീച്ചേഴ്സാണ് നമ്മൾ ആദ്യം എന്താണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ എഴുതേണ്ടത്. ദെൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ആർക്കിടെക്ചറിലേക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ ആർക്കിടെക്ചറിൻ്റെ ഫിഗർ മസ്റ്റായിട്ടും നോക്കണം. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ അത്യാവശ്യം വലിയൊരു ഫിഗറാണ്, പക്ഷെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 4 പോർട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 4 പോർട്ടുകൾ ദെൻ 2 ടൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് പറയാം. ഫസ്റ്റ് നമ്മൾ പറയുകയാണ് 4 പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പോർട്ടിൻ്റെ നമ്പേഴ്സ് P0, ദെൻ P1, P2 ആൻഡ് P3 ആണ്. അപ്പോൾ അത് ഓരോ പ്ലേസിലായിട്ട് നമ്മൾ ഡ്രോ ചെയ്യുക. ഫസ്റ്റ് P0, ദെൻ ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ P2 വരയ്ക്കുക. അപ്പോൾ ഓരോന്നിനും അസോസിയേറ്റ് ചെയ്ത് ഒരു ലാച്ച് ഉണ്ടായിരിക്കും. ഓരോ പോർട്ടിനും അസോസിയേറ്റ് ചെയ്ത് ഒരു ലാച്ച് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് പോർട്ടുകൾ കിടക്കുന്നത് P1ഉം P3യും കിടക്കുന്നത് താഴ്ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതിനും ഓരോ അസോസിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ഓരോ ലാച്ച് ഉണ്ടെന്ന് ഓർക്കുക. ദെൻ നമുക്ക് ഒരു സീരിയൽ ഇൻ്റർഫേസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ടൈമേഴ്സ് ഉണ്ടെന്ന്. 2 ടൈമേഴ്സാണുള്ളത്, T0യും T1ഉം. അപ്പോൾ ഈ 2 ടൈമേഴ്സിൻ്റെ കാര്യം ഓർക്കുക. 4 പോർട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഒരു സീരിയൽ ഇൻ്റർഫേസ്, അതാണ് SI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരിയൽ ഇൻ്റർഫേസ് ഉണ്ട്. ദെൻ ഇനി നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഏതൊരു മൈക്രോ കൺട്രോളറിലും അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിലും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് 2 രജിസ്റ്റേഴ്സ് ഉള്ളൂ, എയും ബിയും. അപ്പോൾ ഈ 2 രജിസ്റ്റേഴ്സ് വഴിയാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ 2 രജിസ്റ്റേഴ്സ് ALUവിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു അരിതമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ A രജിസ്റ്ററും B രജിസ്റ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമുക്കിത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നമ്മൾ പറയുകയാണ് ഒരു അരിതമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അഡീഷൻ പെർഫോം ചെയ്തു അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്തു, അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലാഗിനെ അഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ സൈൻ ബിറ്റ് നെഗറ്റീവ് വാല്യൂ വന്നു, അപ്പോൾ അത് സൈൻ ഫ്ലാഗിനെ അഫക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 0 വന്നു, ആൻസർ 0 വന്നു, അങ്ങനെയാണെങ്കിൽ അത് 0 ഫ്ലാഗിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അരിതമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു രജിസ്റ്ററാണ് PSW മീൻസ് അതൊരു ഫ്ലാഗാണ്. അപ്പോൾ ഇതെല്ലാം 8-bit ആണ്, അതുകൊണ്ടാണ് ഇവിടെ 8 എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ നമുക്ക് നമ്മൾ മൈക്രോ പ്രോസസ്സർ പഠിക്കുമ്പോൾ നമുക്ക് പ്രോഗ്രാം കൗണ്ടർ എന്നുള്ള സംഭവമുണ്ട്. അത് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നു, പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടറിൽ നമുക്ക് അഡ്രസ്സാണ് വേണ്ടത്. അപ്പോൾ ആ അഡ്രസ്സ് നമ്മൾ ഏത് ഇൻസ്ട്രക്ഷനാണോ നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സായിരിക്കും
ഈ പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു അഡീഷണൽ കാര്യമുള്ളത്, ഒരു എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് ഒരു കണക്ഷനുണ്ട്. അതായത് നമുക്ക് ഇൻറ്റേർണൽ മെമ്മറി നമ്മൾ പറഞ്ഞു കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു പ്രോസസ്സ് ചെയ്യണം, അതായത് ഇൻറ്റേർണൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത്രയും ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, അതായത് 8051 സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ മെമ്മറി. അപ്പോൾ ആ എക്സ്റ്റേണൽ മെമ്മറീനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോയിൻ്ററാണ് DPTR. DPTR മീൻസ് ഡേറ്റ പോയിൻ്റർ. അതൊരു 16 ബിറ്റ് രജിസ്റ്ററാണ്. നമ്മുടെ ഈ പ്രോഗ്രാം കൗണ്ടറും 16 ബിറ്റ് രജിസ്റ്ററാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഗ്രാം കൗണ്ടർ 16 ബിറ്റ് രജിസ്റ്ററാണ്. അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. ദെൻ ഡേറ്റ പോയിൻ്റർ അല്ലെങ്കിൽ DPTR എന്ന് പറയുന്നത് ഇറ്റ് ഹോൾഡ്സ് ദി എക്സ്റ്റേണൽ മെമ്മറി അഡ്രസ് ഓഫ് ഡേറ്റ ബീയിങ് ഫെച്ച് ചെയ്യേണ്ട ഡേറ്റയുടെ എക്സ്റ്റേണൽ മെമ്മറി അഡ്രസ്സ്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് വരുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞു 4 പോർട്ടുകളുണ്ട്. ഓരോ പോർട്ടിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഓരോ ലാച്ചുകളുണ്ട്, 2 ടൈമേഴ്സ് ഉണ്ട്, ദെൻ ഒരു സീരിയൽ ഇൻ്റർഫേസ് ഉണ്ട്. അത് അത്രയും വന്നു കഴിയുമ്പോൾ കണക്ഷൻ്റെ കാര്യങ്ങളെല്ലാം വരും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു 2 രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു ALU ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് PSW. ദെൻ ഇവിടെ നമുക്കിപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനെയും ഫെച്ച് ചെയ്യണമെങ്കിൽ ഒരു ഡയറക്റ്റ് നമ്മുടെ റാമിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് പ്രോഗ്രാം കൗണ്ടർ വഴി ഫെച്ച് ചെയ്യാം. അല്ല എക്സ്റ്റേണൽ മെമ്മറിയിലാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കിടക്കുന്നതെങ്കിൽ നമ്മൾ ഫെച്ച് ചെയ്യണത് യൂസിങ് DPTR വഴിയാണ്. ദെൻ എല്ലാത്തിലും നമ്മൾ പറയുന്നത് പോലെ നമുക്കൊരു പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റാമും ഉണ്ട് റോമും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ റോമിൻ്റെ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് പറഞ്ഞേക്കുന്നു, താഴ്ഭാഗത്തായിട്ട് റാമിൻ്റെ കാര്യം സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റേർണൽ റാം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഇൻറ്റേർണൽ റാമിനെ നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. ആ 4 പാർട്ടിൽ വരുന്നതാണ്, അതിന് ഓരോ പാർട്ടിനെയും പറയുന്ന ബാങ്ക് എന്നാണ്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2 ആൻഡ് ബാങ്ക് 3. അതാണ് ഇൻറ്റേർണൽ റാമിൻ്റെ കാര്യം. പിന്നെ നമുക്ക് കുറേ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ പേര് പഠിക്കാൻ കറക്റ്റായിട്ട് ഓർത്തില്ലെങ്കിലും ഇവിടെ സ്പെഷ്യൽ ഫങ്ഷൻസ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്ലോക്ക് ഇട്ടാൽ മതി. ദെൻ നമ്മൾ പറയുകയാണ് നമുക്ക് ഇൻട്രപ്റ്റ് വരാം. ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു 8051 നമ്മൾ ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇൻട്രപ്റ്റ് കൺട്രോൾ സർക്യൂട്ട്സുകളുണ്ട്. ദെൻ എക്സ്ട്രാ ഈ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന എല്ലാ സംഭവത്തിനെയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺട്രോൾ ആൻഡ് സീക്വൻസിങ് സർക്യൂട്ട്സ് വേണം. അപ്പോൾ ഇത്രയാണ് ആർക്കിടെക്ചറിൽ പറയുന്നത്. മെയിനായിട്ട് 4 പോർട്ടുകളുണ്ട്, ഒരു സീരിയൽ ഇൻ്റർഫേസ് വരയ്ക്കണം, ദെൻ 2 ടൈമേഴ്സിൻ്റെ കാര്യം പറയണം, ദെൻ റോം വേണം, പ്രോഗ്രാം കൗണ്ടർ, DPTR. അപ്പോൾ ഓരോന്നും എന്തിനാണെന്നുള്ള കാര്യങ്ങളും നമ്മൾ എഴുതണം. PSW നമ്മളൊരു ഫ്ലാഗ് രജിസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ എല്ലാം എന്താണെന്ന് ഒന്നുകൂടെ പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അക്യൂമുലേറ്റർ ഒരു 8 ബിറ്റ് രജിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അക്യൂമുലേറ്റർ അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേര് A രജിസ്റ്ററാണ്. ദെൻ ഇവിടെ ഒരു B രജിസ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു രജിസ്റ്റർ കൂടെ ഉണ്ട്, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് ഇവിടുത്തെ ഫ്ലാഗ് രജിസ്റ്റർ, 8051 ഫ്ലാഗ് രജിസ്റ്റർ എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിനകത്ത് ഇത്രയും കാര്യങ്ങളാണുള്ളത്. 8 ബിറ്റ് രജിസ്റ്ററാണ്. അതിനകത്ത് വരുന്നത് ഫസ്റ്റ് ക്യാരി ഫ്ലാഗ്, ദെൻ ഓക്സിലറി ക്യാരി ഫ്ലാഗ്, ദെൻ നമ്മൾ പറയുകയാണ് RS1 ആൻഡ് RS2 2 രജിസ്റ്റേഴ്സ് ബാങ്ക് സെലക്ട് ബിറ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് ബാങ്കാണോ സെലക്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മെമ്മറീനെ 4 ബാങ്കായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. 0, 1, 2, 3 ആണ് 4 ബാങ്ക്. അപ്പോൾ ആ ബാങ്കുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 ബിറ്റുകളാണ് RS1 ആൻഡ് RS0. ദെൻ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഓവർഫ്ലോ ഫ്ലാഗ്, ദെൻ പാരിറ്റി ഫ്ലാഗ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫ്ലാഗ് രജിസ്റ്ററിനകത്ത് തന്നെ. ദെൻ സ്റ്റാക്ക് പോയിൻ്റർ നമുക്കറിയാം. സ്റ്റാക്ക് പോയിൻ്റർ നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാക്ക് പോയിൻ്റർ 8 ബിറ്റ് രജിസ്റ്ററാണ്. ദെൻ സ്റ്റാക്ക് പോയിൻ്റർ എപ്പോഴാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതെന്നും സ്റ്റാക്ക് പോയിൻ്റർ അതിനകത്ത് 2 ഓപ്പറേഷൻസ് ഉണ്ട്, പുഷും പോപ്പും ഉണ്ട്. പുഷ് ഓപ്പറേഷൻ മീൻസ് സ്റ്റാക്കിലേക്ക് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സ്റ്റാക്കിൽ നിന്നൊരു വാല്യൂ എടുക്കുന്നതിനാണ് നമ്മൾ പോപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇനി കുറേ കൺട്രോൾ ആൻഡ് ടൈം നമ്മൾ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് പറഞ്ഞു. അത്
എന്താണെന്ന് മാത്രം നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പീക്കോൺ. പീക്കോൺ മീൻസ് പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടൈമർ കൺട്രോൾ. ടീകോൺ മീൻസ് ടൈമർ കൺട്രോൾ. അപ്പോൾ നമ്മൾ 2 ടൈമർ ഉണ്ടെന്ന് പറഞ്ഞു, ടൈമർ 0 ആൻഡ് ടൈമർ 1. ആ ടൈമറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് ടീകോൺ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടി മോഡ്. ടി മോഡ് മീൻസ് ഇതിനകത്ത് ടൈമറിൽ യൂസ് ചെയ്തേക്കുന്ന മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ടൈമർ മോഡ് യൂസ് ചെയ്യുന്നത്. ദെൻ 2 ടൈമേഴ്സ് ഉണ്ട്, അതാണ് ടൈമർ 0 ആൻഡ് ടൈമർ 1. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സീരിയൽ കൺട്രോൾ. സീരിയൽ ഇൻ്റർഫേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സീരിയൽ പോർട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സീരിയൽ കൺട്രോൾ. ദെൻ നമ്മളിപ്പോൾ ഒരു വാല്യൂ റീഡ് ചെയ്തിട്ട് ആ വാല്യൂ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ട സീരിയൽ ഇൻ്റർഫേസ് വഴി അല്ലെങ്കിൽ സീരിയൽ പോർട്ട് വഴി നമ്മൾ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സീരിയൽ ബഫർ ഓർ എസ് ബഫർ. അതിന് ഇതിനകത്ത് 2 ഇൻട്രപ്റ്റുകളുണ്ട്. ഇൻട്രപ്റ്റിന് ബേസ് ചെയ്തിട്ടുള്ള 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇൻട്രപ്റ്റ് ഇനേബിളും ഇൻട്രപ്റ്റ് പ്രയോറിറ്റിയും. ഒരു ഇൻട്രപ്റ്റിനെ ഇനേബിൾ ചെയ്യാനും ദെൻ ഇൻട്രപ്റ്റിൻ്റെ പ്രയോറിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്ന 4 പോർട്സുകളെ കുറിച്ചാണ്. ഇൻ്റർഫേസിങ് ഫോർ ആക്സസിങ് എക്സ്റ്റേണൽ മെമ്മറി. എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പോർട്ട് 0യുടെ ആവശ്യം വരുന്നത്. ദെൻ പോർട്ട് 1 ഇറ്റ് ഈസ് ഓൺലി ഡെഡിക്കേറ്റഡ് ഫോർ IO പോർട്ട്, അല്ലെങ്കിൽ IO ഇൻ്റർഫേസിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പോർട്ട് 1 യൂസ് ചെയ്യുന്നത്. ദെൻ പോർട്ട് 2 യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ടും ആക്ട് ചെയ്യും. രണ്ടാമത് പറയുന്നത് ഹയർ എക്സ്റ്റേണൽ അഡ്രസ് ബൈറ്റ്, അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പോർട്ട് 0 പറഞ്ഞതുപോലെ തന്നെ അഡ്രസ് ഓർ ഡേറ്റ ഇൻ്റർഫേസിങ് ഫോർ എക്സ്റ്റേണൽ മെമ്മറി ആക്സസിൻ്റെ കേസിലും യൂസ് ചെയ്യുന്നു. ദെൻ പോർട്ട് 3 യൂസ് ചെയ്യുന്നത് IO പോർട്ടായിട്ട് അത് ആക്ട് ചെയ്യും. അപ്പോൾ 4 പോർട്ടുകൾ നമ്മൾ പറയുകയാണ് IO പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ദെൻ പോർട്ട് 1ന് ഉള്ളി IO പോർട്ട് എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. പോർട്ട് 0യും പോർട്ട് 3യും എക്സ്ട്രാ ഒരു ഫംഗ്ഷനോട് ചെയ്യുന്നുണ്ട്. ദെൻ പോർട്ട് 3 ഫസ്റ്റ് IO പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ദെൻ അഡീഷണൽ കുറച്ച് കാര്യങ്ങളും കൂടെ അത് പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ പിന്നും, ഒരു പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 8 പിന്നാണുള്ളത്. അപ്പോൾ ആ 8 പിന്നും ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോർട്ട് യൂസ് ചെയ്യുന്നത്, പോർട്ടിലെ ഫസ്റ്റ് ബിറ്റ് യൂസ് ചെയ്യുന്നത് RxD മീൻസ് റിസപ്ഷൻ ഓഫ് ഡേറ്റ. ദെൻ അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ. നെക്സ്റ്റ് വൺ ഈസ് 2 ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, INT0 ആൻഡ് INT1. നെക്സ്റ്റ് 2 ടൈമറിന് വേണ്ടിയിട്ട് T0 ആൻഡ് T1. നെക്സ്റ്റ് റീഡ് ബാർ ആൻഡ് റൈറ്റ് ബാർ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് പേർപ്പസ്. ദെൻ നെക്സ്റ്റിനകത്ത് വരുന്ന ALU ആണ്. ALU നമുക്ക് ഓൾറെഡി അറിയാം. നെക്സ്റ്റ് സീരിയൽ ഇൻ്റർഫേസ്. അപ്പോൾ ഇത് സീരിയൽ ഇൻ്റർഫേസിനകത്ത് വരുന്ന സീരിയൽ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞ UART ആണ് ഇവിടെ നമ്മൾ സീരിയൽ പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിനകത്ത് പവർ കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, എസ്കോൺ. ദെൻ 2 ടൈമേഴ്സ് ഉണ്ട്, ടൈമർ 0 ആൻഡ് ടൈമർ 1. അപ്പോൾ ഇതിനകത്ത് 16 ടൈമർ 0 എന്ന് പറയുന്നത്, അത് ഒരു ടൈമർ 0 എന്ന് പറയുന്നത് 16 ബിറ്റ് രജിസ്റ്ററാണ്. അതേപോലെ തന്നെ ടൈമർ 1ഉം 16 ബിറ്റ് രജിസ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 പാർട്ടായിട്ട് ഇതിനെ പറയാം, TL ആൻഡ് TH. ഒന്ന് ഹയർ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനും മറ്റേത് ലോ ബൈറ്റ് സ്റ്റോർ ചെയ്യാനുമാണ് TL യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 പോർട്സിനകത്ത് ഓരോ പോർട്ടും എന്താണ് പെർഫോം ചെയ്യുന്നതെന്നാണ്, ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പോർട്ടും ഡിസൈൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പോർട്ട് 0 ഇസ് യൂസ്ഡ് ആസ് ബൈഡയറക്ഷണൽ IO പോർട്ട്. ബൈഡയറക്ഷണൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് IO പോർട്ടുമായിട്ട് അങ്ങനെ അതായത് IO ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോർട്ടാണ് പോർട്ട് 0. ഓർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അഡ്രസ് ഓർ ഡേറ്റ ഇൻ്റർഫേസിങ്. അഡ്രസ് ഓർ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അഡ്രസ് ഓർ ഡേറ്റ ഇൻ്റർഫേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോർട്ട് 0 ഉപയോഗിക്കുന്നു. അപ്പോൾ പോർട്ട് 0യ്ക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ആക്ട് ആസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്രസ് ഓർ ഡേറ്റ ഇൻ്റർഫേസിങ് ഫോർ ആക്സസിങ് എക്സ്റ്റേണൽ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ആർക്കിടെക്ചർ ഓഫ് 8051 ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ബേസിക് ആയിട്ടുള്ള മെയിൻ ഫിഗർ ഉണ്ടായിരിക്കണം. ദെൻ അതിനകത്ത് ഓരോ പാർട്സിനെ കുറിച്ചിട്ടും ജസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.